ഹലോ അസ്സലാമു അലൈക്കും. നല്ല അടിപൊളി കോൾസ്ലോൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. നല്ല ബന്നിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിയാം. പിന്നെ എടുത്തിട്ടുള്ള ക്യാബേജ് ആണ് കേട്ടോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് ക്യാബേജ് ആണ് കേട്ടോ, ചെറിയ കഷ്ണം ക്യാരറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാബേജ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് അരിയാം, പൊടി പൊടി പോലെ ആയിട്ട് അരിയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിയാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എല്ലാം നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സീർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണീസ് ആട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, കാരണം നല്ല ലൂസാകാൻ പാടില്ല. അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് സിർക്കയും കുറച്ച് കുരുമുളക് പൊടിയും പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സിർക്കയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിന്. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് അരമുറി പുളിനാരങ്ങ കേട്ടോ. അപ്പോൾ അരമുറി പുളിനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ പാല് വിട്ട് പോയിട്ടുണ്ടായിരുന്നു, പാൽ ഒഴിക്കാതെയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോൾസ്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബണ്ണിനൊക്കെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.